എടപ്പള്ളി ലുലു മാൾ PVR ഓഡി വണ്ണിലാണ് ഞാൻ ദുരന്തർ കണ്ടത്. ഈ സിനിമയുടെ DCP എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെന്ന് കുറേ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ DCPക്ക് ആക്ച്വലി ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഞാൻ ചെറിയൊരു ക്ലിപ്പ് അതിനുവേണ്ടി ഞാൻ അറ്റാച്ച് ചെയ്യാം. ദുരന്തർ കണ്ടിറങ്ങി. ഈ വർഷം കണ്ട ഏറ്റവും വലിയ പടം എന്ന് വേണമെങ്കിൽ പറയാം. 3.25 മണിക്കൂർ എന്തോ ഉണ്ട് ഇതിന്റെ ഒരു ടോട്ടൽ ഡ്യൂറേഷൻ. അപ്പൊ നമ്മൾ PVR പോലുള്ള ഒരു മൾട്ടിപ്ലക്സിലൊക്കെയാണ് പടം കാണാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ അഡ്വർടൈസ്മെന്റ് കൂടി ചേർത്ത് ഏകദേശം 4-4.25 മണിക്കൂർ നമ്മൾ തിയേറ്ററിനകത്തായിരിക്കും. പിന്നെ ഈ സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങൾ IC-814 ദ കാണ്ടഹാർ ഹൈജാക്ക് എന്ന് പറഞ്ഞ ഒരു സീരീസ്, ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ഈ സിനിമയുടെ മൊത്തം ആ കഥ ഉണ്ടല്ലോ, ആ കഥയോട് കൂടുതലായിട്ട് അങ്ങ് ജെല്ലാവാൻ പറ്റും. കാരണം നമുക്ക് ഒരുപാട് ഒരു ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ് ഒക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ കാണ്ടഹാർ ഹൈജാക്കിന് ശേഷം അവിടുത്തെ മസൂദ് അസറാണ് പിന്നീട് ജെയ്ഷെ മുഹമ്മദ് സ്ഥാപിച്ചത്. ഈ ജെയ്ഷെ മുഹമ്മദ് കാരണം നമുക്കുണ്ടായിരുന്ന നമ്മുടെ ഇന്ത്യയിലുണ്ടായ പാർലമെന്റ് അറ്റാക്ക്, പിന്നെ താജിലുണ്ടായിരുന്ന അറ്റാക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളെല്ലാം നമുക്ക് കണക്റ്റ് ആവും. പിന്നെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്ത് ഇപ്പൊ നടക്കുന്ന പാകിസ്ഥാനികളും പിന്നെ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു പ്രവിശ്യ, അവിടെ നടക്കുന്ന ഇന്റേണൽ കോൺഫ്ലിക്ട്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതെല്ലാം നമുക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഈ പടം മനസ്സിലാവും. ഈ പടം എന്ന് പറയുന്നത് മൊത്തത്തിൽ റിയൽ ലൈഫിൽ നടന്ന കുറെ കാര്യങ്ങൾ, അതെല്ലാം എനിക്ക് തോന്നുന്നു അമരൻ എന്നുള്ള സിനിമയ്ക്ക് ശേഷമാണ് ഇതിലെ എല്ലാ വ്യക്തികളുടെ പേരും അങ്ങനെ തന്നെ എടുത്തു പറയുന്ന, ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ പേരാണെങ്കിലും അതിലെ ലീഡേഴ്സിന്റെ പേരാണെങ്കിലും എല്ലാം എടുത്തു പറയുന്ന, ആ പേര് അങ്ങനെ തന്നെ, അല്ലാതെ വേറെ പേര് മാറ്റിയൊന്നും പറയാതെ അങ്ങനെ തന്നെ പറയുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ പ്രധാനമായും ഓപ്പറേഷൻ ലാരി എന്ന് പറയുന്ന ഒരു പാകിസ്ഥാന്റെ ആ ഒരു ഓപ്പറേഷൻ, പാകിസ്ഥാൻ സിന്ധ് ഗവൺമെന്റിന്റെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു. അപ്പൊ ഇതൊരു സിനിമാറ്റിക് ആയിട്ട് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള, അതായത് ഇപ്പോ ആ ഓപ്പറേഷൻ ലാരി എന്ന് പറയുന്നതിന് പുറത്തുനിന്നുള്ള ആൾക്കാരെ സഹായം ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു സംശയം, അതിന് ഉണ്ടായോ ഇല്ലയോ എന്നുള്ളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മിലിറ്ററി ഇന്റലിജൻസിന്റെ ഭാഗത്തുനിന്നും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ആ ഒരു സംശയത്തിന്റെ പുറത്താണ് ഈ ദുരന്തർ എന്ന് പറയുന്ന ഈ സിനിമ എടുത്തിരിക്കുന്നത്. കാരണം എപ്പോഴെങ്കിലുമൊക്കെ ISI എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ഓർഗനൈസേഷൻ, അവര് ടെററിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ, അതായത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടക്കുമ്പോൾ ഇവര് പ്രധാനമായിട്ടും ഈ ആയുധങ്ങൾ മേടിക്കുന്നത് പാകിസ്ഥാനിലുള്ള അവിടുത്തെ ആ ലോക്കൽ അണ്ടർവേൾഡിൽ നിന്നാണ്. അപ്പോൾ ഈ പാകിസ്ഥാൻ അണ്ടർവേൾഡിനെ മൊത്തത്തിൽ നശിപ്പിക്കാനായിട്ടുള്ള ഓപ്പറേഷൻ ലാരി എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ശരിക്കും നടന്നിരുന്നു. നമ്മൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ആ ഒരു ഓപ്പറേഷനിൽ നമ്മളൊരു ഇന്ത്യൻ ആ ഒരു സ്പൈ ഉണ്ടായിരുന്നു. ആ രീതിയിലൊക്കെയാണ് കഥ പോകുന്നത്. അങ്ങനെ ഒരു ക്യാരക്ടറാണ് രൺബീർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ റിയൽ ലൈഫിൽ നടന്നു, ഈ സിനിമയിൽ കാണിക്കുന്ന എല്ലാം സത്യമാണോ എന്ന് ചോദിച്ചാൽ ഈ സിനിമയിൽ കാണിക്കുന്നത് സത്യമല്ല. കാരണം ഇതൊരു ഫിക്ഷൻ, എന്നാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളെല്ലാം റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള, റിയലിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ പരസ്പരം ആ ഒരു ഡോട്ട് കണക്ട് ആകുന്ന രീതിയിലൊക്കെയാണ് സിനിമ പോകുന്നത്. ആസ് എ മൂവി എന്നുള്ള രീതിയിൽ ഈ വർഷം ബോളിവുഡിൽ വന്നിട്ടുള്ള ബെസ്റ്റ് ഒരു ടോപ്പ് 5 പടങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ പടം. കാരണം ഇതിന്റെ എന്റർടൈൻമെന്റ് വാല്യൂ, ഇതിന്റെ പെർഫോമൻസ്, കാരണം ഇതിന്റെ സ്റ്റാർ കാസ്റ്റ് തന്നെ കിഡിലൻ സ്റ്റാർ കാസ്റ്റ് ആണ്. രൺവീർ സിംഗ് ഹീറോ ആണ്. രൺവീർ സിംഗിന്റെ ആ ഒരു പുള്ളിയുടെ ആ ഒരു ജേസൺ മൊമോ ആ ഒരു ടൈപ്പ് ഓഫ് കൈൻഡ് ലുക്കാണ്. അതായത് നമ്മൾ പത്മാവതിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ആ ഒരു റഗ്ഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു ലുക്കാണ് എൻറ്റയർ പടത്തിലുള്ളത്. പിന്നെ ഈ പടത്തിലെ ഇമോഷൻ ആണെങ്കിലും കാര്യങ്ങളും ഒക്കെ, ആ രൺവീർ എന്ന് പറയുന്ന ക്യാരക്ടർ, ആക്ച്വലി ഈ സിനിമ പാകിസ്ഥാനിലാണ് ഇതിന്റെ കഥാപശ്ചാത്തലം. ഞാൻ പറഞ്ഞല്ലോ, ഓപ്പറേഷൻ ലാരി എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എൻറ്റയർലി പാകിസ്ഥാനിൽ നടക്കുന്നതും പാകിസ്ഥാനിലുള്ള പാകി ഗവൺമെന്റും അവിടുത്തെ സിന്ധ് സർക്കാർ, പിന്നെ അവിടുത്തെ ബലൂചിസ്ഥാന്റെ ആ ഒരു ഇത്, പിന്നെ ISI, അങ്ങനെയുള്ളതെല്ലാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ രൺവീർ സിംഗ് എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് നമ്മളെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത്, അതായത് ഇന്ത്യ. ബാക്കി ആ കാണുന്നത് എല്ലാം പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആ ഒരു അണ്ടർവേൾഡിലെ ടെററിസ്റ്റുകളായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള വളരെ ക്രൂരമായ ആക്രമണങ്ങൾക്കെല്ലാം ആയുധം കൊടുത്തവരും അതൊരു കാരണക്കാരും അങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. അപ്പോൾ ഇവരുടെ ഇടയിൽ നടക്കുന്ന കോൺഫ്ലിക്ട്സും കാര്യങ്ങളുമാണ്. അപ്പോൾ ആസ് എ ഇന്ത്യക്കാരൻ മൂവി വ്യൂവർ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ രൺവീർ സിംഗിന്റെ അതാണ് നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന ആള്. അപ്പോൾ ബാക്കി എല്ലാവരും ബാഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതിൽ സഞ്ജയ് ദത്തിന്റെ ഒരു ക്യാരക്ടർ ഒഴികെ, സഞ്ജയ് ദത്തിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞത് പാകിസ്ഥാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ആളാണ്. പാകിസ്ഥാൻ സർക്കാരിന്റെ കൂടി ആവശ്യമാണ് ഇതുപോലുള്ള ഈ അണ്ടർവേൾഡിലുള്ള ആൾക്കാരെയൊക്കെ അങ്ങ് ഒഴിച്ച് കളയുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നോക്കുമ്പോൾ എല്ലാം ബാഡ് ക്യാരക്ടേഴ്സാണ്, രൺവീർ സിംഗ് ഒഴികെ എല്ലാ ബാഡ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും നമ്മൾ ഈ സിനിമ എന്നുള്ള രീതിയിൽ കാണുമ്പോൾ അക്ഷയ് ഖന്ന ഭയങ്കര പവർഫുൾ പെർഫോമൻസ് ആണ്. ഈ ക്യാരക്ടർ ഭയങ്കര മോശം ക്യാരക്ടറാണ്. അക്ഷയ് ഖന്നയുടെ ഈ പവർഫുൾ പെർഫോമൻസ് കാരണം നമുക്ക് ചില സമയത്ത് അക്ഷയ് ഖന്ന ആ ഒരു ക്യാരക്ടർ ആ സമയത്ത് ജയിക്കണമെന്നും അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നൽ നമുക്ക് ഈ സിനിമ ഉണ്ടാക്കും. അതുള്ള സിനിമയുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാനിലുള്ള ഈ കറാച്ചിയിലുള്ള ലാരി എന്ന് പറയുന്ന സ്ഥലത്ത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു അണ്ടർവേൾഡ് ഡോൺ ആ ഒരു ക്യാരക്ടറാണ് ഈ അക്ഷയ് ഖന്നയുടെ.
ബലൂചിസ്ഥാൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ബലൂചിസ്ഥാന്റെ കോൺഫ്ലിക്റ്റ്, പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് അവിടെയുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലേക്ക് അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് കയറുന്ന ഒരു സ്പൈ ക്യാരക്ടർ രൺവീർ സിംഗ്. ഇവർ തമ്മിൽ ഈ എങ്ങനെ കയറി പറ്റുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒക്കെയാണ്. കാരണം ഭയങ്കര വലിയ സിനിമയാണ്. ഇത്രയും ഡ്യൂറേഷൻ വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഡ്യൂറേഷൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റൂ. പക്ഷേ പവർഫുൾ ആയിട്ടുള്ള കുറെ പെർഫോമൻസ് ഉണ്ട്. അക്ഷയ് ഖന്നയുടെ മാത്രമല്ല, സഞ്ജയ് ദത്തിന്റെ ക്യാരക്ടർ, ഈ സഞ്ജയ് ദത്തിന്റെ SP ചൗധരി അസ്ലം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളിക്കാരന്റെ ഭയങ്കര ഒരു മാസ് ഓറയാണ് പുള്ളി വരുന്ന സീക്വൻസ്. പിന്നെ ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും ഒരു കിടിലൻ ഡയലോഗ്സും കാര്യങ്ങളും ഒക്കെ ഈ ക്യാരക്ടറിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ കൈയടി മേടിക്കുന്ന ക്യാരക്ടർ ഇത് രാകേഷ് ബേഡിയുടെയാണ്. രാകേഷ് ബേഡിയുടെ ആ ഒരു മിനിസ്റ്റർ ക്യാരക്ടർ, പുള്ളി പറയുന്ന ലാംഗ്വേജ്, അതായത് മുഴുവൻ തെറി, പച്ചത്തെറിയാണ്. പച്ചത്തെറി അങ്ങനെ തന്നെ ചിലത് സെൻസർ ചെയ്തു, ചിലത് സെൻസർ ചെയ്യാണ്ടും ഒക്കെ സിനിമയിൽ വരുന്നുണ്ട്. വൺ ഓഫ് എ കൈൻഡ് ഓഫ് ഹ്യൂമർ സെൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളിയുടെ ആ ഒരു മാനറിസം ആണെങ്കിലും പുള്ളി പറയുന്ന ആ ഒരു ഡയലോഗ്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ പുള്ളി കിടിലാണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു ഭയങ്കര കൗശലക്കാരനായിട്ടുള്ള ഒരു കുറുക്കനെ പോലത്തെ ക്യാരക്ടർ എന്നൊക്കെ പറയൂലേ, അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ മാധവൻ, ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് സഞ്ജയ് ദത്താണ് സ്പെഷ്യൽ അപ്പിയറൻസ് എന്നാണ്. ആക്ച്വലി ഈ സിനിമയിൽ മാധവനാണ് സ്പെഷ്യൽ അപ്പിയറൻസ്. കാരണം പുള്ളിക്കാണ് ഏറ്റവും സ്ക്രീൻ സ്പേസ് കുറവ്. പിന്നെ അർജുൻ രാംപാൽ വരുന്നുണ്ട്. അർജുൻ രാംപാൽ ഒരു ISIയുടെ ഒരു ലീഡറായിട്ടാണ്. അത് റിയൽ ലൈഫ് പുള്ളിയുടെ ആ ഒരു പേര്, അതായത് മാധവന്റെയും പിന്നെ ഈ അർജുൻ രാംപാലിന്റെയും, അത് ശരിക്കും ഒരു ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ പേരല്ല ഇട്ടിരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമയിൽ കുറച്ച് ഫിക്ഷനൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഇത് ന്യൂ ഇന്ത്യയാണ്, നമ്മൾ അവിടെ കയറി നമ്മൾ അടിക്കും എന്ന് പറയുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഐഡിയോളജി. അതിനെ ചില ആളുകൾ പ്രൊപ്പഗാൻഡ എന്നൊക്കെ പറയും. ചില സിനിമകളുണ്ട് പ്രൊപ്പഗാൻഡ മുഴച്ചു നിൽക്കും. അപ്പോൾ നമുക്കതിൽ പ്രൊപ്പഗാൻഡ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ചില സിനിമകളുണ്ടാവും അത് ഭയങ്കര എന്റർടൈൻമെന്റ് വാല്യൂ ഉണ്ടാവും. അത് പ്രൊപ്പഗാൻഡ പടങ്ങളും ആയിരിക്കാം മേ ബി. പക്ഷെ നമുക്കത് എന്റർടൈൻമെന്റും ആ പടം നല്ലതാണെന്നൊക്കെ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊപ്പഗാൻഡ ആയാലും ഇല്ലെങ്കിലും നമുക്ക് എന്താ, നമ്മൾ ഒരു സിനിമ കാണാൻ പോകുന്നു, നമുക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, അതൊരു ഭയങ്കര എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ളതായിട്ട് തോന്നി, അവർ ചിലപ്പോൾ പ്രൊപ്പഗാൻഡ ആയിരിക്കും വരുന്നത്. കാരണം ഏത് സിനിമ വേണമെങ്കിലും വരാമല്ലോ. പ്രൊപ്പഗാൻഡ സിനിമകൾ വരാൻ പാടില്ല എന്ന്, അല്ലെങ്കിൽ പ്രൊപ്പഗാൻഡ സിനിമകൾ ഒരു മോശം കാര്യമാണോ, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഏത് രീതിയിലുള്ള എങ്ങനെയുള്ള സിനിമകളും വരാം. പിന്നെ ഉള്ളത് സാറാ അർജുൻ. ഈ സാറാ അർജുനെ നമ്മൾ ചെറുപ്പം മുതൽ കാണുന്നത് കൊണ്ടും, പിന്നെ ഈ കുട്ടിക്ക് ഇപ്പോൾ 20 വയസ്സായി, അഡൾട്ടാണ്. പക്ഷെ ആ ഒരു കുട്ടിത്വം മാറാത്ത മുഖമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫേസ് ഉള്ള ഒരാള് അത്യാവശ്യം ഭയങ്കര ഹോട്ട് സീൻസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക്, പിന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് രൺവീർ സിംഗ്. അപ്പൊ രൺവീർ സിംഗിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഏജ്ഡ്, അത് ഈ പടത്തിൽ പറയുന്നുണ്ട്, ഇവർ തമ്മിൽ ഭയങ്കര ഏജ് ഡിഫറൻസ് ഉണ്ടെന്നൊക്കെ. പക്ഷെ എന്നാലും ആ ഒരു സീക്വൻസ് മുഴുവൻ ഒരു ഒട്ടും ഈ പടമായിട്ട് സിങ്ക് ആവാണ്ട് പോകുന്ന രീതിയിലാണ്. ഈ ക്യാരക്ടറിന്റെ ആവശ്യവും അവരുടെ റൊമാൻസും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമുണ്ട്. അത് സിനിമയുടെ ഫിക്ഷണലൈസ്ഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയാൻ ആവശ്യമുള്ളത് തന്നെയാണ്. പക്ഷെ മൊത്തത്തിൽ ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു പാർട്ട്, ആ ഒരു ട്രാക്ക് അത്ര അങ്ങനെ സിങ്ക് ആവുന്നില്ല. അത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ഇതിലെ പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒരുപാട് ഇഷ്ടം പോലെ ആക്ടേഴ്സ് ഉണ്ട്. അത് ചിലരൊക്കെ റിയൽ ലൈഫിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരും അല്ലെങ്കിൽ മരിച്ചുപോയതുള്ള ആൾക്കാരെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന അതേ പേരിലുള്ളതാണ്. ചിലതെല്ലാം ഫിക്ഷണലൈസ്ഡ് ആയിട്ടൊക്കെ പോവാണ്. പിന്നെ ഈ സിനിമയുടെ ഈ സൗണ്ട് ട്രാക്ക് നമുക്ക് ഇപ്പോൾ ഹവാ ഹവാ അടക്കമുള്ള പാകിസ്ഥാൻ പാട്ടുകൾ വരുന്നുണ്ട്, ഇന്ത്യൻ സോങ്ങുകൾ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിൻറ്റേജ് ആ ഒരു കൈൻഡ് ഓഫ് എല്ലാം കൂടി വന്നിട്ടും, അതുകൂടാതെ തന്നെ ഈ സിനിമയുടെ സൗണ്ട് മിക്സിങ്, ഇതിന്റെ DCPക്ക് പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. നല്ല DCP ആയിരുന്നു. ഇതിന്റെ സറൗണ്ട് നല്ല ഗംഭീരമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമയുടെ സൗണ്ട് മിക്സിങ്, അതിൽ ബ്ലാസ്റ്റ് നടക്കുന്നതാണെങ്കിലും, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എക്സോബിസ് ബഹാദൂർ എന്ന് പറഞ്ഞ സിനിമയിൽ ആ വാർ സീക്വൻസിൽ വെടിവെച്ചൊക്കെ ഭയങ്കര ഒരു ഒറിജിനാലിറ്റി പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഒറിജിനൽ വെടിവെച്ചെന്ന് കേട്ട ആൾക്കാരല്ല, എന്നാൽ പോലും ബാക്കിയുള്ള സിനിമകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതുപോലെ ഒരു കൈൻഡ് ഓഫ് നല്ലൊരു സൗണ്ട് വർക്കായിട്ട് എനിക്ക് ഈ പടത്തിൽ തോന്നിയിട്ടുണ്ട്. ടെക്നിക്കലിയൊക്കെ ആണെങ്കിലും നല്ലതാണ്. പിന്നെ ഡ്യൂറേഷൻ, ആ ഒരു ടോട്ടൽ ഇത്രയും ഡ്യൂറേഷനാണ് ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇത്രയും ഡ്യൂറേഷൻ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 2 പാർട്ടായിട്ട് ഇറക്കുന്ന സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പക്ഷേ ഇതിനകത്ത് അങ്ങനെ മാറ്റാൻ, അതായത് വെട്ടിക്കൂട്ടി മാറ്റാൻ വലിയ സീക്വൻസ് ഒന്നുമില്ല. ഇതിനകത്തുള്ള ഭയങ്കര അത്രയും ഇന്റൻസ് ആയിട്ടുള്ള കുറെ സീക്വൻസ് ആണ് പടത്തിലുള്ളത്. അതെല്ലാം ആവശ്യമാണ്. കാരണം പാകിസ്ഥാനിൽ ഒരു കറാച്ചിയിലുള്ള ലിയാരി എന്ന് പറഞ്ഞ പ്രവിശ്യയിൽ നടക്കുന്ന അണ്ടർവേൾഡ് ആണ്. നമ്മളിതിൽ നോർമൽ പാകിസ്ഥാനി പീപ്പിൾസിനെയോ അല്ലെങ്കിൽ അവിടെയുള്ള രാജ്യം അങ്ങനെ ഒന്നും കാണുന്നില്ല. ഈ സിനിമയിലുള്ളത് എൻറ്റയർ സീക്വൻസ് അണ്ടർവേൾഡ് ആണ്. അണ്ടർവേൾഡിൽ നടക്കുന്നത് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, അവരെ സഹായിക്കുന്നത് ISI, അങ്ങനെയൊക്കെ പോകുന്ന ഒരു കഥയാണ്. അതിനകത്തേക്ക് ഒരു ഇന്ത്യൻ സ്പൈ വരുന്നു. ആ ഇന്ത്യൻ സ്പൈലിപ്പം നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന നമുക്ക് നമ്മുടെ മണ്ണിൽ കിടന്ന് ഇതുപോലെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടിക്കണ്ടേ. അപ്പൊ ആ ഒരു സംഭവമാണ് ഈ പടം തരുന്നത്. അതിന്റെ ആ ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടല്ലോ, ആ ഒരു കാര്യം ഈ പടത്തിന്റെ അവസാനം വരുന്നുണ്ട്. അതായത് അവസാനത്തെ ഒരു എൻറ്റയർ സീക്വൻസ്, ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ, അതിലും സഞ്ജയ് ദത്ത് സ്കോർ ചെയ്തൊന്നും വേണമെങ്കിൽ പറയാം. പക്ഷെ ആ ഒരു
നമ്മളുടെ ഒരു പാട്രിയോട്ടിക് അത് ഒരിക്കലും ജിങ്കോയിസോ അല്ല, അത് ഉറപ്പായിട്ടും പറയാം. കാരണം ഇതൊരു ജിങ്കോയിസ്റ്റിക് ലെവലിലേക്കൊന്നും ഈ പടം പോയിട്ടില്ല. ആ ഒരു പാട്രിയോട്ടിക് സംഭവം ഈ പടത്തിന് തരാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ടിന്റെ ഒരു ടീസ് പോലെ കാണിക്കുന്നുണ്ട്. കാരണം ഇത് ഒരു പടമായിട്ട് എടുത്തതായിരുന്നു ഇവര്. ഒരു പടമായിട്ട് എടുത്തിട്ട് പിന്നീട് ഇവരത് 2 പടമാക്കി അങ്ങനെയൊക്കെ ഡിസൈഡ് ചെയ്തതാണ്. അപ്പൊ എക്സ്ട്രാ ഒരുപാട് ഫുട്ടേജ് ഇവർ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു 19 മാർച്ചിനാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് വരുമ്പോഴും ഏകദേശം ഇത്രയും തന്നെ നീളം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ഇവര് 3.5 അപ്പൊ 7 മണിക്കൂറോളൊക്കെ ഉണ്ടാവുന്ന ഒരു ഫിലിമാണ്. പക്ഷെ വർത്താണ്. നമ്മൾ മുടക്കുന്ന കാശിന് പെർഫോമൻസ് വൈസ് ആണെങ്കിൽ കിഡിലൻ കാസ്റ്റ് അല്ലേ. അർജുൻ രാംപാൽ, മാധവൻ, സഞ്ജയ് ദത്ത്, അക്ഷയ് ഖന്ന, രൺവീർ സിംഗ്, ഇത്ര തന്നെ പവർഫുൾ ആയിട്ടുള്ള ആക്ടേഴ്സാണ്. ഇവരൊക്കെ കിഡിലൻ ആക്ടേഴ്സാണ്, അല്ലാണ്ട് ചുമ്മാ വന്ന് പോകുന്ന ആൾക്കാർ. പിന്നെ രൺവീർ സിംഗിന്റെ റഗ്ഡ് ആയിട്ടുള്ള ആ ഒരു സംഭവം, ആകെ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് പറയാനുള്ളതുണ്ടെങ്കിൽ അതെനിക്ക് വർക്ക് ആവാണ്ട് പോയിട്ടുള്ള ഇതിനകത്തുള്ള ആ ഒരു നായികയുടെ പോർഷനാണ്. ഞാൻ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർഷം കണ്ട സിനിമകളിൽ എനിക്ക് തിയേറ്ററിൽ കണ്ട ഏറ്റവും നല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസുകൾ ഒന്ന് തന്നെയാണ് ദുരന്തർ എന്ന് പറയുന്ന ഈ സിനിമ. ഭയങ്കര വലിയ 4-4.5 മണിക്കൂറോളൊക്കെ തിയേറ്ററിൽ ഇരുന്നാണെന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് ഭയങ്കര എൻഗേജിങ് ആയിട്ട് തന്നെ, എനിക്ക് ഒറ്റ സീനും മടുപ്പുള്ളതായിട്ട് ഒന്നും ഫീൽ ചെയ്തില്ല. ഭയങ്കര രസമായിരുന്നു. നമുക്കൊരു മിർസാപൂറൊക്കെ കാണുന്ന പോലെ, അതായത് കുറേയൊക്കെ ബീപ്പും കാര്യങ്ങളൊക്കെയാണ് സെൻസേർഡൊക്കെ പോകണമെന്നുണ്ടെങ്കിലും ഭയങ്കര വയലൻസ് ഉള്ള, രസമുള്ള വയലൻസ് ഉള്ള, നല്ല ഒരുപാട് ഹിന്ദിയിലാണെങ്കിൽ ഹിന്ദിയിലെ പച്ചത്തറികൾ കേട്ട് ശീലമില്ലാത്തവർക്ക് ശീലിക്കാൻ പറ്റുന്ന ഒരു പടമാണ് മിർസാപൂറൊക്കെ പോലെ. അങ്ങനെ ഒരു നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു ദുരന്തർ. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാം.